ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു വീക്കിൻ്റെ മെസ്സേജസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. നിങ്ങളുടെ സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ നിങ്ങൾക്കുള്ള കാർഡ്സ് ഓൾറെഡി മെഡിറ്റേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ അബൻഡൻസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഓക്കെ, സമ്പൽ സമൃദ്ധിയുടെ എനർജി. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് എനർജിയാണ് കടന്നു വരുന്നത്? നിങ്ങൾ സമ്പാദ്യം, അബണ്ടൻസ്, ഓക്കെ, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? ഓക്കെ, അതിലൊത്തിരി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റം കൊണ്ടുവരാനായിട്ട്, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അബണ്ടൻസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പെർസ്പെക്റ്റീവ്, ആ കാഴ്ചപ്പാടിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ പറയുന്നത് അബണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, അതായത് പൈസ, പ്രോപ്പർട്ടി, അത് മാത്രമല്ല, നമ്മളുടെ കുടുംബം, ഫാമിലി, സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, അതെല്ലാം നമുക്ക് അബണ്ടൻസിൻ്റെ എനർജി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ സ്വീറ്റ്നെസ്സിൻ്റെ എനർജി. കുറച്ച് പേരോട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്വീറ്റ് മൂമെൻറ്റ്സ്, ചിലപ്പോൾ അത് ചെറുതായിരിക്കാം, മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ സന്ദർഭങ്ങളായിരിക്കാം, നിങ്ങളത് വിട്ടുകളയുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനത്തെ മൂമെൻറ്റ്സ്, അങ്ങനത്തെ സന്ദർഭങ്ങൾ നിങ്ങൾ ഈ ഒരു വീക്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ആ ഒരു സമാധാനം നൽകുന്ന എനർജിയിലായിരിക്കാം നിങ്ങളുടെ മാജിക്ക് ഒളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു സ്നേഹം, ആ ഒരു കമ്പാഷൻ, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, നിങ്ങളോട് ഒരാൾ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന സമയത്ത്, സ്നേഹത്തോടു കൂടി എന്തെങ്കിലും തരണ സമയത്ത് ആ മൊമെൻറ്റ്സ് നിങ്ങൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഹാർട്ട് ചക്രയുടെ എനർജിയും വന്നിട്ടുണ്ട്. ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, അതിലും കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓവറായിട്ട് ഷുഗർ ഇൻടേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ എന്താ പറയുക, മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ എനർജി ആയിരിക്കാം. ഓക്കെ, പാസ്റ്റിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു വീക്ക് വന്നിട്ട്. നെക്സ്റ്റ് ഇവിടെ ഫുൾ മൂണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. റിലീസിങ്. ഈ ഒരു വീക്കിൽ, അതായത് മൺഡേ 19th വന്നിട്ട് ഫുൾ മൂണാണ്, പൗർണമിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പല എനർജീസും, നിങ്ങൾക്ക് വേണ്ടാത്ത പല എനർജീസും റിലീസായിട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ നടക്കാതെ വന്ന സ്വപ്നങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള ആ ഒരു ദേഷ്യം, ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേര് ന്യൂ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാകില്ല, നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടി കാണത്തില്ല. അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഇമോഷണൽ എനർജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം റിലീസ് ചെയ്യാനായിട്ട്, അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകാനായിട്ട് ഒരു എനർജി ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ആ ഒരു ഫുൾ മൂൺ ഡേയിൽ അതിൻ്റെ ആ ഒരു പീക്ക് എനർജി ആയിരിക്കാം, ഏറ്റവും ഹയസ്റ്റ് എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അതല്ലാതെ അതിന് മുന്നേയും അതിന് ശേഷവും ഒത്തിരി റിലീസിങ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ
നെക്സ്റ്റ് വന്നിട്ട് മൂൺ മാസ്റ്ററി, ദ ലോ ഓഫ് അട്രാക്ഷൻ ആണ് വന്നേക്കുന്നത്. കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ അടുത്തോട്ട് ആകർഷിച്ച് വരുന്നത്, അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ, ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് ഇവിടെ ഓക്കെ കാണുന്നില്ല, ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് ത്രൂയുടെ എനർജി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ജോബ്, ഒത്തിരി കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കുറച്ച് പേര് ഫ്രീലാൻസ് ആയിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട്, ഒത്തിരി അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ന്യൂ പാത്ത് ഓപ്പൺ ആകുന്നതായിരിക്കും. അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട്, അബണ്ടൻസ് അല്ലെങ്കിൽ പൈസ അതിനെ സമീപിക്കുന്ന രീതിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒത്തിരി സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിവാർഡ്സ് ലഭിക്കുന്നതാണ്. പാസ്റ്റിൽ ചെയ്ത ഹാർഡ് വർക്കിന് ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ റെക്കഗ്നിഷൻ, എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മണിയിലൊരു വർധനവ്, അതെല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കരിയർ, എന്തെങ്കിലും ഹോബി ആയിരിക്കാം, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, ഇവിടെ ദ വേൾഡിൻ്റെ എനർജിയാണ്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനർജി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്വേറിയസിൻ്റെ എനർജി ഈ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അക്വേറിയസ് എന്താ പറയുക, സൈൻ ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കാം കരിയറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈൻ അക്വേറിയസ് ആയിരിക്കാം, കുംഭരാശി ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേര് ഇവിടെ ലൈഫ് കോച്ച്, അല്ലെങ്കിൽ ടീച്ചർ, സോഷ്യൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻവയറമെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, എൻജിനീയറിംഗ് വർക്ക്, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് 21 ഡേയ്സും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്കിത് വേൾഡിൻ്റെ എനർജിയും ആയിരിക്കാം. ഇൻ്റർനാഷണൽ ട്രാവൽ കുറച്ച് പേർക്ക് പോസിബിൾ ആകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രേഡിങ്, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ആകാം കുറച്ച് പേർക്ക് വന്നിട്ട്. ഓക്കെ, ഇവിടെ ഡെത്തിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്പ്, അതിലൊത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഒത്തിരി ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ, നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ 2 പേരും എന്തെങ്കിലുമൊക്കെ മുൻവിധികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പല പ്രോബ്ലത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, ഓക്കെ, പാറ്റേൺസ് ആയിരിക്കാം. അപ്പോൾ അതിലെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആകുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, അതിലൊരു ക്ലാരിറ്റി. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 പേരും ചേർന്നിട്ട് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, 2 പേരും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വില്ലിങ്നെസ് ആണ് കാണിക്കുന്നത്. 2 പേരും പരസ്പരം ആ ഒരു എന്താ പറയുക, ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് മാറ്റങ്ങളെ, ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന എനർജിയുമാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഒത്തിരി പേഴ്സണൽ ഇൻസൈറ്റ് വരുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു ഉൾക്കാഴ്ച, ആ മങ്ങിയിരുന്ന ആ ഒരു ഇല്യൂഷനിലിരുന്ന പല കാര്യങ്ങളും സത്യത്തിലോട്ട്, ട്രൂത്ത് എന്താണ്, ആ ഒരു ഇല്യൂമിനേഷൻ്റെ എനർജിയും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യുന്നതാണ് നിങ്ങളെക്കുറിച്ചിട്ട്. ഒത്തിരി അഭിമാനം തോന്നുന്ന ഒത്തിരി നിമിഷങ്ങൾ ഈ ഒരു വീക്ക് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കാം. ഈ ഒരു
വീക്ക് വന്നിട്ട് പായൽ നമ്പർ 1ൻ്റെ ഒത്തിരി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഓക്കെ, മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് തനിക്ക് നൽകുന്ന റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു സപ്പോർട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരുടെ റുട്ടീനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടാകാം. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന റുട്ടീൻ, ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വാക്കിംഗ്, ഓക്കെ, അത് ചൂസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറാനായിട്ട് കുറച്ച് പേര് ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. വേറെ എന്ത് ബ്ലെസ്സിങ്സ് ആണ് പായൽ നമ്പർ 1ൻ്റെ ലൈഫിലുള്ളത് ഈ ഒരു വീക്കിൽ വന്നിട്ട്? കണ്ടോ, ജസ്റ്റിസ്. ഒത്തിരി റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ നിങ്ങൾ ഈ ഒരു വീക്ക് പോകുന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ വർക്കാകും, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ലെറ്റ് ഗോ ചെയ്യണം, നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു പേഴ്സണൽ ഇൻസൈറ്റ് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹാപ്പിനെസ്, അബണ്ടൻസ്, ഓക്കെ, ഏത് രീതിയിലാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പല പാറ്റേൺസിലും ഒത്തിരി ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മൈൽ സ്റ്റോൺ, എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ന്യൂസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഞാൻ നിങ്ങൾക്കുള്ള കാർഡ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് സറണ്ടറിൻ്റെ എനർജിയാണ്. കുറച്ചൊരു ലൈറ്റ് കാർഡ്സാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകില്ല. ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡാർക്കായി പോകും. ഓക്കെ, ഇവിടെ ഹങ്കറിൻ്റെ എനർജിയാണ്. ഓക്കെ, യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇവിടെ സറണ്ടർ വന്നിട്ട് സമർപ്പണ മനോഭാവത്തിൻ്റെ എനർജിയാണ്. അതായത് ഈ ഒരു വീക്കിൽ ആ ഒരു സറണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന എനർജി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർസ്പെക്റ്റീവ്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അതിനെല്ലാം ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ഓക്കെ, സത്യം എന്താണോ അത് മനസ്സിലാക്കി തരാനായിട്ട് ലൈഫ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സറണ്ടർ എന്നുള്ള വാക്കിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തിരി റഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാം ഒരു സ്പീഡിൽ നടക്കണം, എല്ലാം താൻ വിചാരിക്കുന്ന പോലെ നടക്കണം, ഓക്കെ, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സറണ്ടറിലോട്ട് വരിക. കുറച്ചും കൂടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് തൻ്റെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട്, ഇവിടെ യെല്ലോ കളർ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ആ ഒരു എനർജി എന്താണ് പറയുന്നത് അത് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഒരു സ്ലോ ഡൗണിൻ്റെ എനർജി കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. പെട്ടെന്ന് ദേഷ്യം, ആങ്കർ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില സിറ്റുവേഷൻസ് നമ്മൾക്ക് ആക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലാണ്, ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഈശ്വരനിൽ സമർപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ഡിസിഷൻ ആയിരിക്കാം. ഓക്കെ, നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പല ഇവൻറ്റ്സും പല എനർജീസും കടന്നു വരുന്നുണ്ടാകാം നിങ്ങളെ കൂടുതലായിട്ട് ആ ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഹങ്കർ വന്നിട്ട്
കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എനർജി പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, വൈബ്രേഷൻ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആകുക. വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് എല്ലാവർക്കുമല്ല, കുറച്ച് പേരുടെ എനർജി മാത്രമാണ്. അത് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. കുറച്ച് പേർക്ക് ചേഞ്ചസിനോട്, മാറ്റങ്ങളോട് നിങ്ങൾ നോ പറയുന്നുണ്ടാകാം, നല്ല ചേഞ്ചസ് വരുന്നുണ്ടാകാം, പക്ഷെ നിങ്ങളതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാകാം, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ഹങ്കർ വന്നിട്ട് കുറച്ച് പേർക്ക് ജലസിയുടെ അല്ലെങ്കിൽ ആർത്തിയുടെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് പൊളിറ്റിക്സ് ആയിരിക്കാം. ഓഫീസ് പൊളിറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഡൈനാമിക്സിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നോളേജിന് വേണ്ടിയിട്ട്, അറിവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹങ്കർ, ആ ഒരു തേഴ്സ്റ്റ് കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള നോളേജ് നൽകുന്ന അല്ലെങ്കിൽ അറിവ് കിട്ടുന്ന സോഴ്സായിട്ട്, എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ, നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. നെക്സ്റ്റ് ഇവിടെ സപ്പോർട്ടിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഈ ഒരു വീക്കിൽ, അതായത് മൺഡേ 19th വന്നിട്ട് ഫുൾ മൂൺ പൗർണമിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ എനർജീസാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഫ്രണ്ട്സ്, ഫാമിലിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർ, ഒരു ഗോളിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. കുറച്ച് പേർക്ക് ഇത് നോളേജിൻ്റെ സപ്പോർട്ടാണ്. അറിവ് വഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഒരു സമയത്ത് വരുന്നുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ടൈമാണ് ഈ ഒരു പൗർണമി വന്നിട്ട്. അതിന് മുന്നേയും അതിന് ശേഷവും ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരാം. അപ്പോൾ ഒത്തിരി സപ്പോർട്ടിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസിന്, നിങ്ങളുടെ കഴിവിന് ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കാം, ഒരു പിന്തുണ ലഭിക്കുന്നതായിരിക്കാം. ആ ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ന്യൂ ഫ്രണ്ട്സ് വരുന്നുണ്ടാകാം, സപ്പോർട്ടേഴ്സ് വരുന്നുണ്ടാകാം. നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ്, ഒത്തിരി പേര് നിങ്ങളുടെ കണ്ടൻറ്റ് ലൈക്ക് ചെയ്യുന്നുണ്ടാകാം. ആ ഒരു ബ്ലെസ്സിങ്ങും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് ക്ലെൻസിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് പോസിറ്റീവ് അല്ല അല്ലെങ്കിൽ ഗ്രോത്ത് നൽകാത്ത കാര്യങ്ങൾ ക്ലെൻസ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഫിൽട്ടർ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ കുറച്ച് സമയം ആ ഒരു മൂൺ ലൈറ്റായിട്ട് കണക്ട് ചെയ്യുന്നത്, കുറച്ചൊന്ന് നിങ്ങളുടെ എനർജി ചാർജ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നതും ഒത്തിരി ബെനിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് 2 of Wands എനർജിയാണ്. നിങ്ങളുടെ ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഇടുന്നുണ്ടാകാം. ഇൻ കേസ് നിങ്ങൾ ഇടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് അല്ല, പ്ലാൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ മിസ്സായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫിനാൻഷ്യലി ആണ് ഞാൻ പറയുന്നത്. കുറച്ച് പേർക്ക് റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു പേടി ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കുറച്ച് പേര് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. എംപ്രസിൻ്റെ എനർജി കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പേരുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ കീഴിൽ ഒത്തിരി പേരുണ്ടാകാം. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് കുറച്ച് പേർ ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. എഗെയിൻ
ആ ഒരു ഓഫീസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ പീസിന് കുറച്ചും കൂടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേരോട് നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ ടാലൻസ് നന്നായിട്ട് വൈസായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരു ഡോർമാറ്റായിട്ട് കരുതുന്ന ആൾക്കാർ, അതായത് യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുന്ന എനർജിയാണ്. അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു വീക്ക് വന്നിട്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ നേടണം, എന്താ പറയുക, ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരണം, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗ്രോത്തിൽ, നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റിയിൽ ഒത്തിരി ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടാകാം. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഡിസ്കഷൻസ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് വരാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ അവരെന്താണോ പറയാനായിട്ട് ശ്രമിക്കുന്നത് അത് കേൾക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലോട്ട് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ റെഡിയാക്കുക. ഓക്കെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്സിൽ ഒത്തിരി കൊളാബറേഷൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഒത്തിരി പേര് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക, ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേര് ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി, നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ എനർജി അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കാം. ഈ ഒരു വീക്കിലെ മെയിൻ ബ്ലെസ്സിങ്സ് എന്താണ്? ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേര് നിങ്ങളുടെ കരിയറിൽ ഒത്തിരി ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികളുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ന്യൂസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഹാർമണി, ഒത്തിരി സന്തോഷത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? താങ്ക് യു. ടെമ്പറൻസിൻ്റെ എനർജി നമ്പർ 14, അത് 5 വരുന്നുണ്ട്. റിലേഷൻഷിപ്സിൽ ഒത്തിരി ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നവർ, ഓക്കെ, അവർ മാറിയിട്ട് ചിലപ്പോൾ പുതിയ എനർജീസ് കടന്നു വരാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി പ്രൊട്ടക്ഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് അതൊരു സ്ട്രോങ് മാസ്കുലിൻ എനർജി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കോൺഫിഡൻസ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് ഈ ഒരു വീക്കിൽ സാധിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ എനർജി സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, ബാലൻസ്ഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു, അവിടെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.